ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീയെ ചോദ്യം ചെയ്തു. രാവിലെയാണ് ജയശ്രീ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. 2019 ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീ അതേസമയം ഡി മണിക്ക് ശബരിമല സ്വർണ്ണമോഷണത്തിൽ ബന്ധമില്ലെന്ന് SIT റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഇതിൽ ജയശ്രീയുടെ പങ്ക് നേരത്തെ തന്നെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ദേവസ്വം ബോർഡിന്റെ തീരുമാനം തിരുത്തിയത് ജയശ്രീ ആയിരുന്നു. ഏതായാലും ചോദ്യം ചെയ്യൽ ഏകദേശം 3 മണിക്കൂറോളം നീണ്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഡി മണി എന്ന് പറയുന്ന വ്യവസായിക്ക് ഈ സ്വർണ്ണമോഷണത്തിൽ പങ്കില്ല, തെളിവില്ല എന്ന റിപ്പോർട്ട് കൂടി SIT നൽകിയിട്ടുണ്ടല്ലോ. എന്താണ് വിവരങ്ങൾ? സിജു, തീർച്ചയായും അതായത് ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പൂർത്തിയായത്. രാവിലെയാണ് എസ് ജയശ്രീ, അതായത് 2019 ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്നു ജയശ്രീ. അന്ന് ദേവസ്വം ബോർഡ് കൈക്കൊണ്ട തീരുമാനം എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊടുത്തുവിടുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ തീരുമാനത്തെ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വിടണം എന്ന രീതിയിൽ തിരുത്തുന്നത് ജയശ്രീ ആയിരുന്നു. അത് അന്ന് തന്നെ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് SITയുടെ പ്രതിപട്ടികയിലും ജയശ്രീ ഉൾപ്പെടുന്നത്. ഏതായാലും അതിനുശേഷം നിരവധി തവണ SIT ജയശ്രീ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമയം നീട്ടിവാങ്ങുകയായിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയും അടക്കം സമീപിക്കുകയും ചെയ്തു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഏതായാലും അതിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ജയശ്രീ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയതും ചോദ്യം ചെയ്യലിന് ഹാജരായതും. ഏതായാലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് SITക്ക് ജയശ്രീയിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനെ തുടർന്ന് ജയശ്രീ ഇവിടെ നിന്നും മടങ്ങിയിരിക്കുകയാണ്. മറ്റൊന്ന് ഡി മണിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഡി മണി ഈ കേസുമായി ഡി മണിക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, ഈ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് ബന്ധമില്ല എന്നുള്ളതാണ് SIT ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച സമർപ്പിച്ച റിപ്പോർട്ടിലാണ് SIT ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട് വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി മണിയെയും സംഘത്തെയും SIT ചോദ്യം ചെയ്യുന്നത്. 2 ഘട്ടങ്ങളിലായി ചെന്നൈ, ഡിണ്ടിഗൽ എന്നിവിടങ്ങളിൽ വെച്ചും ഇവിടെ തിരുവനന്തപുരത്ത് ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തിയും ഇവരുടെ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിധത്തിലുള്ള പങ്കും ഡി മണിക്കില്ല എന്നുള്ള കാര്യം ഇപ്പോൾ SIT വ്യക്തമാക്കിയിരിക്കുന്നത്. സിജു, ശരി. ഷീജയാണ് തിരുവനന്തപുരത്തുനിന്ന് ജയശ്രീയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പങ്കുവച്ചത്.